മിഴിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രിയം നേടിയ ജോഡികളായിരുന്നു സൽമാനുൽ ഫാരിസും മേഘ മഹേഷും. സഞ്ജുവും ലച്ചുവുമായി പ്രേക്ഷകർ ഏറ്റെടുത്ത ജോഡികൾ. ഇരുവരും വിവാഹിതരായ ഫോട്ടോ പങ്കുവച്ചപ്പോൾ പുതിയ പ്രൊജക്ടിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീട് വ്യക്തമായ ക്യാപ്ഷനോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും ആളുകളുടെ കൺഫ്യൂഷൻ മാറിയിരുന്നില്ല. പിന്നീടാണ് ഒറിജിനൽ കല്യാണമാണെന്ന് മനസ്സിലായത്. സീരിയലിൽ ഒന്നാവാൻ സാധിച്ചില്ല എങ്കിലും ജീവിതത്തിൽ ഇരുവരും ഒന്നായി. നീണ്ടകാലത്തെ പ്രണയത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് ഇരുവരും വിവാഹിതരായത്. ഇപ്പോഴിതാ 20-ാം വയസ്സിലേക്ക് കടന്ന പ്രിയതാരം മേഘയ്ക്ക് പിറന്നാൾ സമ്മാനമായി പുതിയ വണ്ടി മേടിച്ച് നൽകിയിരിക്കുകയാണ് ഭർത്താവ് സൽമാനുൽ ഫാരിസ്. മനോഹരമായ ഒരു കുറിപ്പുമായി സൽമാൻ തന്നെയാണ് ഈ വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പ്രിയ പൊണ്ടാട്ടി, ഇനിയും കൂടുതൽ സ്വപ്നം കാണുക. ഞാനതെല്ലാം ഇതുപോലെ പൂർത്തിയാക്കട്ടെ. നിന്റെ മുഖത്തെ പുഞ്ചിരിയും സന്തോഷവും കാണുന്നത് എൻ്റെ പുതിയ ആസക്തിയാണ്. എൻ്റെ ജന്മദിനത്തിന് മുൻപുള്ള സമ്മാനം നിന്നെ സന്തോഷിപ്പിച്ചെന്നും എന്നെ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സമ്മാനങ്ങളും കൂടുതൽ നിമിഷങ്ങളും വഴിയേ വരുന്നുണ്ട്. പിന്നെ അതെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതിനും എന്നെ ഏറ്റവും മികച്ചതായി തോന്നിപ്പിക്കുന്നതിനും നന്ദി. ഇതാണ് പ്രിയതമയ്ക്ക് വേണ്ടി സൽമാൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. കേക്ക് മുറിച്ച് പരസ്പരം കൈമാറിയാണ് പുതിയ വണ്ടിയെ ഇരുവരും സ്വീകരിച്ചത്. സൽമാന്റെ സമ്മാനം സ്വീകരിച്ച മേഘയുടെ കണ്ണുകൾ നിറയുന്നതും വീഡിയോയിൽ കാണാം. ഇങ്ങനെ ജീവിച്ച് കാട്ടിക്കൊടുക്ക്, നിങ്ങൾ മനോഹരമായ ജോഡിയാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ആരാധകരുടെ കമന്റുകൾ. രണ്ടുപേരും മിഴിരണ്ടിലും എന്ന സീരിയൽ സെറ്റിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. അന്ന് സുഹൃത്തുക്കൾ മാത്രമാണ്. ഞാൻ ഇഷ്ടം പറഞ്ഞത് എൻ്റെ പിറന്നാൾ ദിനത്തിലാണ്. അന്ന് തന്നെ റിജക്റ്റും ചെയ്തതെന്ന് മേഘ പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് സൽമാനുൽ ഫാരിസും സംസാരിച്ചു. പുള്ളിക്കാരി എക്സ്പ്രസ് ചെയ്തത് ജെനുവിനായി തോന്നി. പക്ഷേ ഇത് വെറുമൊരു ടൈം പാസ് അല്ല എന്ന് ഉറപ്പ് വേണം. നാളെ എനിക്കും അവൾക്കും റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ എന്നും സൽമാനുലു പറഞ്ഞിട്ടുണ്ട്. മിഴിരണ്ടിലും കഴിഞ്ഞ സമയത്ത് ഇനി കാണാതായപ്പോൾ പഴയതുപോലെ അത്രയും എഫക്റ്റ് ഉണ്ടാകില്ല എന്നാണ് കരുതിയത്. 8 മാസത്തോളം കാണാതിരുന്നു. കാണാത്ത സമയത്ത് ഒരിഞ്ചെങ്കിലും സ്നേഹം കുറഞ്ഞാൽ 2 വഴിക്ക് പോയേനെ. പക്ഷേ കാണാത്തപ്പോൾ കൂടുതൽ സ്നേഹമായി. ഏതോ മൊമെന്റിൽ ഞാൻ തീരുമാനിക്കുകയായിരുന്നെന്നും സൽമാനുൽ ഫാരിസും വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും പ്രണയത്തിന് 2 വീട്ടുകാരിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു. ഇന്റർകാസ്റ്റ് മാര്യേജ് ആയതുകൊണ്ട് തന്നെ 2 വീട്ടുകാരും കുറച്ച് യാഥാസ്ഥിതികരാണ്. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചുവെന്ന് വരില്ല. എന്നാൽ ഇപ്പോഴെല്ലാം ശരിയായി വരുന്നുണ്ട്. രജിസ്റ്റർ മാര്യേജിന് മേഘയുടെ അച്ഛൻ വന്നിരുന്നു. അച്ഛൻ അനുഗ്രഹിച്ചു. തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്ലാൻ ചെയ്ത ഡേറ്റിന് മുൻപായിരുന്നു വിവാഹം. തീരെ പ്രതീക്ഷിക്കാത്തതിനാൽ ഞെട്ടിപ്പോയി. മോളെ പൊന്നുപോലെ നോക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. കുറെ നേരം സംസാരിച്ചു. കൂടെ ഫോട്ടോ എടുത്ത് അനുഗ്രഹിച്ചാണ് മേഘയുടെ അച്ഛൻ പോയത്. പ്രായത്തിന്റെ എടുത്തുചാട്ടമല്ല ഇതെന്ന് ജീവിച്ച് കാണിക്കുമെന്നും രണ്ടുപേരും അന്ന് പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.